കേരളത്തിൽ ജീവിച്ചിരുന്ന പഴയ ആളുകളൊക്കെ അവരുടെ ലഭ്യമാകുന്ന വെള്ളം സൂക്ഷിക്കുന്നതിലും അത് ശുദ്ധീകരിക്കുന്നതിലൊക്കെ ശ്രദ്ധ പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് അവർ ഉപയോഗിച്ചിരുന്ന വെള്ളം കുടിക്കാനായിട്ടും വെള്ളത്തിന് വേണ്ടി അവരുപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും. അതിൽ പ്രധാനപ്പെട്ട മെറ്റീരിയൽ കണ്ടൻറ് എന്ന് പറയുന്നത് പാളയായിരുന്നു. ഈ അടയ്ക്കാപ്പോല എന്നൊക്കെ പറയുന്ന അടയ്ക്കാ മരത്തിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ ഇല പാള. ഈ പാള ഉപയോഗിച്ച് നമുക്കറിയാം, കിണറിൽ നിന്ന് വെള്ളം കോരുന്ന തൊട്ടിയായിട്ടും അതുപോലെ പാളയുടെ പ്ലേറ്റുകൾ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പണ്ട് കുട്ടികളെ കിടത്തി പായയിൽ കിടത്തി കുളിപ്പിക്കുന്നതിന് പാളയിൽ കിടത്തി കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പാള ഒരു ജലവുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന വിഷയത്തിൽ പാള പലപ്പോഴും ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ആ സൂക്ഷ്മമായ വിജ്ഞാനം കൊണ്ട് അവരന്ന് നേടിയ, സയൻറ്റിഫിക്കലി ആണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലൊക്കെ നേടിയ അറിവ് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാള യഥാർത്ഥത്തിൽ ഒരു ആൻറ്റിബയോട്ടിക് കൂടിയാണ്, ഒരു നാച്ചുറൽ പ്രതിരോധ മരുന്നാണ് പാള എന്ന് പറയുന്നത്. ബാക്ടീരിയ വരുന്നത് പാള തടയുന്നുണ്ട്. അതുപോലെ വെള്ളം കൃത്യമായിട്ട് തണുപ്പിച്ച് സൂക്ഷിക്കാൻ, അത് നിലനിർത്താൻ ഈ പാളയുടെ നാരുകളും പാളയൊന്നും പെട്ടെന്ന് ചീഞ്ഞു പോകാത്തതാണ്. പെട്ടെന്ന് അതിനെ മറ്റുള്ള ഈ കൃമികീടങ്ങളും അതുപോലെ ബാക്ടീരിയ, ഫംഗൽ ഇഷ്യൂസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ അതിനെ നിർവീര്യമാക്കാനുള്ള ഒരു കഴിവ് പാളയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പലപ്പോഴും ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് കാണാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ പണ്ട് കാലത്തുള്ള ആളുകൾ തന്നെ ഈ ഒരു കാര്യത്തിൽ കൊടുക്കുന്ന ശ്രദ്ധ, അത് ഉപയോഗിക്കുന്നതിൽ പലതും തിരഞ്ഞെടുക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് പാള തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം, അവർ ആ വെള്ളത്തിനെ ഏറ്റവും നല്ല രൂപത്തിൽ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു മാപിനായിട്ട്, ഒരു ഉപകരണമായിട്ട് ഇതിനെ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ എത്ര പേര് അത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള പരിഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്.